ഗുരുജി സുരജി നാട്യത്തിന് ഒരു പാഠ്യപദ്ധതി എന്ന വിഷയത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിനീത നമസ്കാരം. ഇന്ന് ഒരു പുതിയ അധ്യായം തുടങ്ങുന്നു. കൃഷ്ണനെക്കുറിച്ചുള്ളതാണ്. അലൈപ്പായതേ കണ്ണ. ഈ ഇനം ഷൂട്ട് ചെയ്യാൻ നമുക്ക് ഇടം കിട്ടിയിരിക്കുന്നത് ശ്രീ പുതിയകാവിൽ വിഷ്ണു ക്ഷേത്രം എന്ന കൊയിലാണ്ടിയിലെ ഒരു പ്രശസ്തമായ ക്ഷേത്ര പരിസരത്തിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അനുഗ്രഹവും നമുക്കുണ്ടാകും എന്ന് വിചാരിക്കുന്നു. പുതിയ വിദ്യാർത്ഥി അനു അജിത്ത് 2012 മുതൽ എൻ്റെ അടുത്ത് നൃത്തം അഭ്യസിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. ഇപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്നു. ആളെ നമുക്ക് നേരിൽ പരിചയപ്പെടുത്താം. അതിനു മുമ്പ് ക്ഷേത്രകലകൾ ക്ഷേത്രാങ്കണങ്ങളിൽ തന്നെ വെച്ച് നടത്തുന്നതാണ് നല്ലത് എന്നൊരഭിപ്രായക്കാരനാണ് ഞാൻ. അതിനൊരു പ്രത്യേക കാരണം, മതം, ദൈവം എല്ലാം നമുക്ക് ആവശ്യമാണ്. ഒരു മതത്തെയും മറ്റൊരു മതം അവഹേളിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. എന്നിരുന്നാലും ഇത്തരം ക്ഷേത്രകലകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്നെപ്പോലുള്ള കലാകാരന്മാർ മാത്രമല്ല, നൃത്തം മാത്രമല്ല, സംഗീതം, ചിത്രകല, ശില്പകല, അങ്ങനെ ഒട്ടുമിക്ക കലകളും നിലനിൽക്കണമെങ്കിൽ നമുക്ക് ദൈവവിശ്വാസവും ഭക്തിയും ഒക്കെ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമുക്ക് ക്ഷേത്രങ്ങളിലാണെങ്കിൽ അതിൽ കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങൾ നൂറ്റാണ്ടുകളായിട്ടുള്ളത് പോലും നമുക്ക് ചരിത്രത്തിലെ സ്മാരകങ്ങളാണ്. അതുപോലെ തന്നെയാണ് അതൊരു പള്ളിയായിരുന്നാലും ചർച്ച ആയിരുന്നാലും അതിലെ കൊത്തുപണികളും വേലകളും ഒക്കെ ചെയ്യുന്നത് കലാകാരന്മാരാണ്. അപ്പോൾ ഒരുപാട് കലാകാരന്മാരെ നിലനിർത്താനും അവർ ജീവിച്ചു പോകാനും അല്ലെങ്കിൽ നമുക്ക് ഒരു സ്വപ്നലോകത്തിൽ ഇന്നതൊക്കെ ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ജീവിക്കാനും ഭക്തി ഒരു അവിഭാജ്യ ഘടകമാണ് എന്നൊരു കാര്യം ഞാൻ ഈ സമയത്ത് നിങ്ങളെല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് അനു അജിത്തിൻ്റെ വാക്കുകളിലേക്ക് കടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് അനു അജിത്ത്. സുരജി നാട്യകലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥിനിയാണ്. 2012 മുതൽ നൃത്തം അഭ്യസിക്കുന്നുണ്ട്. 2014 അരങ്ങേറ്റം കഴിഞ്ഞു. ഭരതനാട്യം, കുച്ചിപ്പുടി രണ്ടിലും അരങ്ങേറ്റം കഴിഞ്ഞു. ഡിഗ്രി കംപ്ലീറ്റഡ് ആണ്. അച്ഛൻ അജിത് കുമാർ റബ്ബർ ബോർഡ് ഉദ്യോഗസ്ഥനാണ്. അമ്മ ബിന്ദു ഹൗസ് വൈഫാണ്. ചെറുപ്പം മുതലേ ഡാൻസ് പഠിക്കുന്നുണ്ട്. ഇഷ്ടമാണ്. അവസരം കിട്ടുമ്പോഴെല്ലാം പെർഫോം ചെയ്യാറുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൽ എനിക്കൊരു അവസരം തന്നതിൽ സുരേന്ദ്രൻ മാഷോട് നന്ദി പറയുന്നു. അതോടൊപ്പം ഒരു ഐറ്റം പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയതിലും ഞാൻ വളരെയധികം സന്തോഷമാണ്. ഡാൻസ് വളരെയധികം ഇഷ്ടമാണ്. ഇപ്പോഴും ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും വീഡിയോസിൽ വരുന്നതാണ്. അലൈപ്പായുതേ കണ്ണാ എൻ മനം അലൈപ്പായുതേ ഉണ്ണാനന്ദ മോഹന വേണുഗാനമതിൽ 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 അലൈപ്പായുതേ കണ്ണാ എൻ മനം അലൈപ്പായുതേ
ഉണ്ണാനന്ദമോഹന വേണുഗാനമതിൽ അലൈ പായുതേ കണ്ണാ കണ്ണാ அலை பாயுதே கண்ணா என் மனம் அலை பாயுதே உன்னானந்த மோகன வேணுகானமதில் அலை பாயுதே கண்ணா என் மனம் அலை பாயுதே உன்னானந்த மோகன வேணுகானமதில் அலை பாயுதே கண்ணா என் மனம் அலை பாயுதே உன்னானந்த மோகன வேணுகானமதில் அலை பாயுதே கண்ணா என் மனம் அலை பாயுதே உன்னானந்த மோகன வேணுகானமதில் அலை பாயுதே கண்ணா என் மனம் அலை பாயுதே உன்னானந்த மோகன வேணுகானமதில் அலை பாயுதே கண்ணா கண்ணா அலை பாயுதே கண்ணா என் மனம் அலை பாயுதே உன்னானந்த மோகன வேணுகானமதில் அலை பாயுதே கண்ணா என் மனம் அலை பாயுதே உன்னானந்த மோகன வேணுகானமதில் அலை பாயுதே கண்ணா என் மனம் அலை பாயுதே உன்னானந்த மோகன வேணுகானமதில் அலை பாயுதே கண்ணா കണ്ണാ ഇതോടുകൂടി ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിനീത നമസ്കാരം.